സമയം രാവിലെ 10 മണി. അടുപ്പിലെ കഞ്ഞി തിളക്കാൻ തുടങ്ങിയ നേരം കഞ്ഞിക്കൊരു തൊട്ടുകൂട്ടാൻ തേടി പറമ്പ് മുഴുവൻ നടന്നു. ഒടുവിൽ ചേമ്പിൻ തോട്ടവും താളിൻ തോട്ടവും താണ്ടി ചെന്ന് നിന്നത് പച്ചമുളക് മരത്തിൻ്റെ ചുവട്ടിൽ. എന്നാൽ പിന്നെ ഇന്ന് കഞ്ഞിക്ക് ചമ്മന്തി തന്നെയെന്ന് തീരുമാനിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. കയ്യിൽ കിട്ടിയ 1-2 പച്ചമുളക് പറിച്ചെടുത്ത് അടുക്കളയോട് ചാരി നിന്നിരുന്ന കിണറിനരികിലേക്ക് നടന്നു. കയറിൽ കരക്കിരുന്ന പാട്ടയെ കിണറ്റിലേക്ക് തള്ളിയിട്ട് ആ കയറിൽ തന്നെ വലിച്ച് കരക്കിട്ടു. പിന്നെ അരബക്കറ്റ് വെള്ളത്തിൽ പച്ചമുളക് മുക്കിയെടുത്തു. തൊട്ടടുത്ത് കമിഴ്ന്നു കിടന്ന അമ്മിക്കല്ല് മലർത്തിയിട്ട് ഇത്തിരി വെള്ളം അതിൻ്റെ പുറത്തേക്കും കോരിയൊഴിച്ചു. അമ്മിയിൽ പച്ചമുളക് നിരത്തിയിട്ട് അടുക്കളവാതിൽ തള്ളി തുറന്നപ്പോൾ കണ്ടത് ചിരിച്ചുകൊണ്ട് അടുക്കള തിണ്ണയിൽ കിടന്ന അരമുറി തേങ്ങയെയാണ്. തേങ്ങ കയ്യിലെടുത്ത് നാക്ക് നീട്ടി ചാരിയിരുന്ന ചിരവയെടുത്ത് കിടത്തി അതിന്മേൽ കയറിയിരുന്നു. അതിൻ്റെ നാക്കിൽ ഒരു മുറി തേങ്ങ പൊത്തി താഴെ പാത്രവും വെച്ചു. പാത്രത്തിൽ വീണ തേങ്ങ ചിരകിയത് വാരിയെടുത്ത് അമ്മിക്കല്ലിൽ കൊണ്ടിട്ട് ഇത്തിരി ഉപ്പും വിതറി. ഉറിയിൽ തൂങ്ങിയ കൊട്ടയിൽ നിന്ന് 2 ചെറിയ ഉള്ളിയെടുത്ത് തൊലിയും കളഞ്ഞ് അമ്മിക്കല്ലിലിട്ടു. അരികിൽ കാത്തു കിടന്ന അമ്മിക്കുട്ടിയെ കുളിപ്പിച്ച് കല്ലിൽ കിടത്തി പിറകോട്ടും മുൻപോട്ടും നീക്കി ചതച്ചരച്ചെടുത്തു. കല്ലിലെ ചമ്മന്തി മണം മൂക്കിലടിച്ചതോടെ വായിലെ നാക്കിൽ വെള്ളം വന്നു. അടുപ്പിലെ ആവി പാറുന്ന കഞ്ഞി കോരി പിഞ്ഞാണത്തിലൊഴിച്ച് ഒരു നുള്ളു ഉപ്പും ചേർത്ത് ചന്തിക്കൊരു പലയിട്ട് ഇരുന്നു. പിന്നെ ചിരട്ടക്കൈലിൽ ഒരു കോരി കഞ്ഞിക്ക് ഒരു നുള്ളു ചമ്മന്തി എന്ന തോതിൽ കുടിയാരംഭിച്ചു. എൻ്റെ കുട്ടികളെ, ആ ഒരു സുഖം! സൈക്കിൾ പോകുന്നത് പോലെ കഞ്ഞി വയറ്റിൽ ചെന്നതോടെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എല്ലാം മംഗളമെന്ന് വയറൊരു സിഗ്നൽ ഏമ്പക്കവും തന്ന് എഴുന്നേൽക്കുമ്പോൾ ഇതിൻ്റെ രുചി, സുഖം നിങ്ങളുടെ KFCക്ക് കിട്ടുമോ? നിങ്ങളുടെ അൽഫാമിന് കിട്ടുമോ? മറ്റ് ഫാസ്റ്റ് ഫുഡുകൾക്ക് കിട്ടുമോ? ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സമയം രാവിലെ 10 മണി. അടുപ്പിലെ കഞ്ഞി തിളക്കാൻ തുടങ്ങിയ നേരം കഞ്ഞിക്കൊരു തൊട്ടുകൂട്ടാൻ തേടി പറമ്പ് മുഴുവൻ നടന്നു. ഒടുവിൽ ചേമ്പിൻ തോട്ടവും താളിൻ തോട്ടവും താണ്ടി ചെന്ന് നിന്നത് പച്ചമുളക് മരത്തിൻ്റെ ചുവട്ടിൽ. എന്നാൽ പിന്നെ ഇന്ന് കഞ്ഞിക്ക് ചമ്മന്തി തന്നെയെന്ന് തീരുമാനിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. കയ്യിൽ കിട്ടിയ 1-2 പച്ചമുളക് പറിച്ചെടുത്ത് അടുക്കളയോട് ചാരി നിന്നിരുന്ന കിണറിനരികിലേക്ക് നടന്നു. കയറിൽ കരക്കിരുന്ന പാട്ടയെ കിണറ്റിലേക്ക് തള്ളിയിട്ട് ആ കയറിൽ തന്നെ വലിച്ച് കരക്കിട്ടു. പിന്നെ അരബക്കറ്റ് വെള്ളത്തിൽ പച്ചമുളക് മുക്കിയെടുത്തു. തൊട്ടടുത്ത് കമിഴ്ന്നു കിടന്ന അമ്മിക്കല്ല് മലർത്തിയിട്ട് ഇത്തിരി വെള്ളം അതിൻ്റെ പുറത്തേക്കും കോരിയൊഴിച്ചു. അമ്മിയിൽ പച്ചമുളക് നിരത്തിയിട്ട് അടുക്കളവാതിൽ തള്ളി തുറന്നപ്പോൾ കണ്ടത് ചിരിച്ചുകൊണ്ട് അടുക്കള തിണ്ണയിൽ കിടന്ന അരമുറി തേങ്ങയെയാണ്. തേങ്ങ കയ്യിലെടുത്ത് നാക്ക് നീട്ടി ചാരിയിരുന്ന ചിരവയെടുത്ത് കിടത്തി അതിന്മേൽ കയറിയിരുന്നു. അതിൻ്റെ നാക്കിൽ ഒരു മുറി തേങ്ങ പൊത്തി താഴെ പാത്രവും വെച്ചു. പാത്രത്തിൽ വീണ തേങ്ങ ചിരകിയത് വാരിയെടുത്ത് അമ്മിക്കല്ലിൽ കൊണ്ടിട്ട് ഇത്തിരി ഉപ്പും വിതറി. ഉറിയിൽ തൂങ്ങിയ കൊട്ടയിൽ നിന്ന് 2 ചെറിയ ഉള്ളിയെടുത്ത് തൊലിയും കളഞ്ഞ് അമ്മിക്കല്ലിലിട്ടു. അരികിൽ കാത്തു കിടന്ന അമ്മിക്കുട്ടിയെ കുളിപ്പിച്ച് കല്ലിൽ കിടത്തി പിറകോട്ടും മുൻപോട്ടും നീക്കി ചതച്ചരച്ചെടുത്തു. കല്ലിലെ ചമ്മന്തി മണം മൂക്കിലടിച്ചതോടെ വായിലെ നാക്കിൽ വെള്ളം വന്നു. അടുപ്പിലെ ആവി പാറുന്ന കഞ്ഞി കോരി പിഞ്ഞാണത്തിലൊഴിച്ച് ഒരു നുള്ളു ഉപ്പും ചേർത്ത് ചന്തിക്കൊരു പലയിട്ട് ഇരുന്നു. പിന്നെ ചിരട്ടക്കൈലിൽ ഒരു കോരി കഞ്ഞിക്ക് ഒരു നുള്ളു ചമ്മന്തി എന്ന തോതിൽ കുടിയാരംഭിച്ചു. എൻ്റെ കുട്ടികളെ, ആ ഒരു സുഖം! സൈക്കിൾ പോകുന്നത് പോലെ കഞ്ഞി വയറ്റിൽ ചെന്നതോടെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എല്ലാം മംഗളമെന്ന് വയറൊരു സിഗ്നൽ ഏമ്പക്കവും തന്ന് എഴുന്നേൽക്കുമ്പോൾ ഇതിൻ്റെ രുചി, സുഖം നിങ്ങളുടെ KFCക്ക് കിട്ടുമോ? നിങ്ങളുടെ അൽഫാമിന് കിട്ടുമോ? മറ്റ് ഫാസ്റ്റ് ഫുഡുകൾക്ക് കിട്ടുമോ? ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.